വെക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. പക്ഷേ ഇത് രണ്ടും അല്ലാത്ത എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദാണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നതിനോട് ഇങ്ങോട്ട് ചെയ്ത് വയ്ക്കുക. പേര് പറഞ്ഞാൽ തരിച്ചിക്കൻ എന്ന് പറയും. സംഭവം തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കിലോ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 2 തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഈ പൊടി ഒന്ന് വറുത്തങ്ങോട്ട് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് പരുവത്തിൽ ഇതുപോലെ അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും ഇനി സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ പൊടി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലോട്ട് ഈ ഒരു മസാലപ്പൊടി മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ബാക്കി ഉപ്പ് നമുക്ക് പിന്നെ ചേർത്തേച്ചാൽ മതി. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി പെരട്ടി അങ്ങോട്ട് എടുക്കണേ. ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്കും ഷെയർ ബട്ടണും സ്നേഹത്തോടൊന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വീണ്ടും അതേ പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം. കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ സാധാ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയും. ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. 1/4 കപ്പ് തേങ്ങ ചെരുകിയതും 2 തണ്ട് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. ഈ ഒരു ചിക്കൻ്റെ റെസിപ്പിക്കകത്ത് ഈ ഒരു തേങ്ങ ചേർക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് വരുന്നതായിരിക്കും. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇളക്കിയെടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയോട്ട് എടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ഫ്ലേവർ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. ഈ ഒരു സവാള വഴറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് താണ്ട് ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടണം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി കഴിക്കാനായിട്ടും ടേസ്റ്റ് കൊടുത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. കൂടെ തന്നെ തക്കാളിയാണ് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. 2 തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം. മസാല മുഴുവനായിട്ട് അതുപോലെ തന്നെ സവാളയൊക്കെ അങ്ങോട്ട് ആ ഒരു ചിക്കനിൽ അങ്ങോട്ട് പിടിക്കണം അങ്ങോട്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനകത്തുള്ള ഒരു തുള്ളി വെള്ളം ചേർക്കാതെ തന്നെ ഇനി അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാനായിട്ട് പോകട്ടോ. ചിക്കൻ വെന്ത് വരുന്നതായിട്ടുള്ള സമയത്ത് അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരും. ഈ ഗ്രേവി മുഴുവനായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. അതാണ് ഈ ഒരു ചിക്കൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കിനും എന്താണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്. ഒരു കാര്യം കൂടി ചേർക്കാനായിട്ടുണ്ട്. വേറൊന്നുമല്ല, ഗരം മസാല പൊടിയാണ് ചേർക്കാനായിട്ടുള്ളത്. ഇതുകൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിച്ച് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരും. എന്നാ ടേസ്റ്റ് എന്നറിയാം കഴിക്കാനായിട്ട്. ഗ്രേവി വേണ്ടവർക്ക് അവിടെ വെച്ച് പരിപാടി നിർത്താം. പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതുപോലെ ഇരിക്കണം തരിച്ചിക്കൻ. കഴിക്കാൻ ഒരു രക്ഷയില്ലാത്തായിട്ടാണ്. പൊറോട്ട കഴിക്കാനും ചൂട് ചോറ് കഴിക്കാനായിട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് ഈ ഒരു തരിച്ചിക്കൻ നീക്കി എടുക്കാം. വീട്ടിൽ സ്പെഷ്യലായിട്ടുള്ള പാർട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചിക്കൻ തയ്യാറാക്കി നോക്കിയോ, വരുന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ഷെയർ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസുകൾ തുടർന്ന്